ഒളവണ്ണ ഗ്രാമപഞ്ചായത്ത് കുന്നത്തുപാലത്ത് ആരംഭിച്ച ഞാറ്റുവേല ചന്തയുടെ ഉദ്ഘാടനം കോഴിക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VS അജിത നിർവഹിച്ചു. ചടങ്ങിൽ ഉൽപാദന വിപണന കേന്ദ്രം ഗ്രീൻ ബാസ്ക്കറ്റ് ഹബിന്റെ ഉദ്ഘാടനം ഒളവണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുലിൻ നിർവഹിച്ചു. ഹബിന്റെ ആദ്യ വിൽപ്പന കോഴിക്കോട് പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ അജയ് അലക്സും നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NP രജിത, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ വിജയൻ വളപ്പിൽ, രാമചന്ദ്രൻ മേലാമ്പുറത്ത്, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഷബ്ന, ഒളവണ്ണ കൃഷി ഓഫീസർ N രേഷ്മ, വിജയകൃഷ്ണൻ, കൂടാതെ ഗ്രീൻ ബാസ്ക്കറ്റ് കമ്മ്യൂണിറ്റി ഹബ്ബ് കോർഡിനേറ്റർ സുമി വള്ളിക്കുന്ന് തുടങ്ങിയവർ സംസാരിച്ചു. ഞാറ്റുവേലയുടെ പ്രത്യേകത നമുക്കറിയാവുന്നതാണ്. കാർഷിക വൃത്തിയുടെ ഒരു കലണ്ടറാണ്. ശരിക്കും കാർഷിക കലണ്ടറാണ് ഞാറ്റുവേല എന്ന് പറയുന്നത്. 13.5 ദിവസം നീണ്ടു നിൽക്കുന്ന 27 ഞാറ്റുവേലകളാണ് നമുക്കുള്ളത്. അതിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന തിരുവാതിര ഞാറ്റുവേലയുടെ സമയത്താണ് നമ്മൾ ഈ ഞാറ്റുവേല ചന്തയുടെ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നത്. തിരുവാതിര ഞാറ്റുവേലയുടെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. തിരി മുറിയാതെയുള്ള മഴ എന്നുള്ള രീതിയിലാണ് നമ്മൾ തിരുവാതിര ഞാറ്റുവേല നമ്മുടെ ഓർമ്മകളിലോട്ട് വരാറുള്ളത്. പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിക്കൊണ്ട് കാലാവസ്ഥ വ്യതിയാനം എന്നൊരു സത്യമായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഈ തിരുവാതിര ഞാറ്റുവേലയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ കൃഷി ഇറക്കുന്നതും അതേപോലെ തന്നെ തൈകൾ നടുന്ന ഒരു സമയമാണ്, കാലഘട്ടമാണ്. എന്ത് തൈ നട്ടാലും അത് കൃത്യമായിട്ട് മുളച്ചു വരികയും വേരിറങ്ങുകയും ചെയ്യുന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് നമ്മൾ തിരുവാതിര ഞാറ്റുവേലയ്ക്ക് ഒരുപാട് പ്രാധാന്യം നൽകിക്കൊണ്ട് ഈ ഞാറ്റുചന്തകളും ഇതിനോടനുബന്ധിച്ച് നമ്മൾ നടപ്പിലാക്കി വരുന്നത്. തൈകൾ വിതരണം ചെയ്യുക മാത്രമല്ല, കാർഷിക വൃത്തിയെ കുട്ടികൾക്ക് കൂടുതലായിട്ട് പരിചയപ്പെടുത്തുകയും കൃഷിയെ കൂടുതലായിട്ട് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പരിപാടിയായിട്ടാണ് നമ്മൾ ഞാറ്റുവേല ചന്ത എല്ലാ കൃഷിഭവന്റെ നേതൃത്വത്തിൽ നടത്തി വരുന്നത്. വളരെ വിപുലമായ രീതിയിൽ തന്നെ സംസ്ഥാനം ഒട്ടാകെ ഇത് നടപ്പിലാക്കി വരികയാണ്. ഇതോടനുബന്ധിച്ച് നമ്മൾ തൈകൾ ഇന്ന് വിതരണം ചെയ്യുന്നുണ്ട്. നേരത്തെ കൃഷി ഓഫീസർ സൂചിപ്പിച്ച മാതിരി തന്നെ ഒരു ബൈബാക്ക് ഗ്യാരണ്ടിയോടുകൂടി പച്ചക്കറി തൈകളും പ്രത്യേകിച്ച് പുതിന, ഏറ്റവും ഡിമാൻഡുള്ള ജ്യൂസ് കടകളിലൊക്കെ ഡിമാൻഡുള്ള പുതിനയുടെ തൈകൾ കർഷകർക്ക് നൽകിക്കൊണ്ട്, കർഷകരാവണം എന്നില്ല, അത് വളർത്താൻ താല്പര്യമുള്ളവർക്ക് നൽകിക്കൊണ്ട് അതിൽ ഉൽപ്പന്നം തിരിച്ചെടുക്കുന്ന രീതിയിൽ, പുതിയ തിരിച്ചെടുക്കുന്ന രീതിയിൽ അവർക്ക് പ്രത്യേകമായിട്ടൊരു മുതൽ മുടക്ക് വരാത്ത രീതിയിൽ അത് മുതൽ കൊടുത്തുകൊണ്ട് അവരുടെ അടുത്തുനിന്ന് ഉൽപ്പന്നം തിരിച്ചെടുക്കുന്ന ബൈബാക്ക് ഗ്യാരണ്ടിയോട് കൂടിയുള്ള ഒരു സ്കീമിന്റെ ഉദ്ഘാടനം കൂടിയാണ് ഇന്ന് നിർവഹിക്കുന്നത്. ഇത് ഞാനിവിടെ കൃഷി ഓഫീസർ ആയിരുന്നപ്പോൾ ഞാൻ 3 വർഷം ഇവിടെ 2018-19 വരെ 17 മുതലും ഇവിടെ കൃഷി ഓഫീസർ ആയിരുന്നാണ്. ഇവിടുന്നാണ് ഞാൻ പ്രൊമോഷനായിട്ട് ആദ്യത്തെ പ്രൊമോഷൻ വാങ്ങിച്ച് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് പോകുന്നത്. അന്ന് ഇവിടെ സ്ഥാപിച്ച ഒരു ബങ്കർ എന്നുള്ള രീതിയിൽ നമ്മുടെ ഒരു വിൽപ്പന ആരംഭിക്കുന്നതിനും ചന്തകൾ ആരംഭിക്കുന്നതിനും കാർഷിക ഉൽപ്പന്നങ്ങൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് കർഷകർക്ക് ഒരു വിൽപ്പന സൗകര്യം ഏർപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഒരു ചിന്തയും അതിന്റെ ഒരു നടപടിയായിട്ട് മുമ്പോട്ട് പോയത്. പക്ഷെ അത് ഉണ്ടാക്കി വെച്ചതല്ലാതെ അത് പ്രവൃത്തി പദത്തിലോട്ട് കൊണ്ടുവരാനായിട്ടൊന്നും സാധിച്ചിരുന്നില്ല. അപ്പോഴത്തേക്കും ഞാൻ ട്രാൻസ്ഫർ ആയിപ്പോയി. അതിനുശേഷം 19 ഞാൻ പോയ ശേഷം 26 വീണ്ടും അത് പുനർജീവിപ്പിക്കാനായിട്ടുള്ള ഒരു ശ്രമം തീർച്ചയായിട്ടും അഭിനന്ദനാർഹമാണ്. കൃഷി ഓഫീസറെയും അതേപോലെ തന്നെ അതിന് നേതൃത്വം നൽകുന്ന പഞ്ചായത്തിനെയും ബ്ലോക്ക് പഞ്ചായത്തിനെയും എല്ലാം പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ ഇതിങ്ങനെ ഒരു പച്ചപ്പോടുകൂടി നിൽക്കുകയും ഇതിലൊരു കച്ചവടം നമ്മുടെ കർഷകർക്ക് അവരുടെ ഉൽപ്പന്നം വിൽക്കാനായിട്ടുള്ള ഒരു സാധ്യതയായി ഇത് മാറുകയും ചെയ്യുക എന്ന് പറയുന്നത് ഒത്തിരി സന്തോഷം നൽകുന്ന ഒരു സംഭവമായിട്ടാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. അതോടുപരി തന്നെ ഇന്നലെയാണ് ഞാൻ ജില്ലാ കൃഷി ഓഫീസറായിട്ട് ചാർജ് എടുത്തത്. ചാർജ് എടുത്ത ശേഷം ആദ്യമായിട്ടൊരു പരിപാടി ഒളവണ്ണയിൽ തന്നെ ക്ഷണിക്കപ്പെടുകയുണ്ടായത് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്.